മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിൽ പുതുപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ ജനപ്രതിനിധികളുടെ ഒഴിവ് വന്നതായി നിയമസഭ വിജ്ഞാപനം ഇറക്കും. വിജ്ഞാപനത്തിന്റെ പകർപ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറും. ഇതോടെ 6 മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താനുള്ള നടപടിക്രമങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കും. വിവിധ സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുകയാണ് രീതി. അങ്ങനെ വന്നാൽ 6 മാസത്തിന് മുൻപേ വോട്ടെടുപ്പ് നടക്കും. രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം നടക്കുന്ന രണ്ടാമത്തെ ഉപതെരഞ്ഞെടുപ്പാണിത്. തൃക്കാക്കര മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസ് MLA PT തോമസ് അന്തരിച്ചതിനെ തുടർന്ന് നടത്തിയ ഉപതെരഞ്ഞെടുപ്പിൽ ഭാര്യ ഉമാ തോമസ് 25,015 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഉമ്മൻചാണ്ടിക്കൊപ്പം നിന്ന് കേരള രാഷ്ട്രീയത്തിലെ അതികായകനായ വ്യക്തിയായിരുന്നു PT തോമസ്. PT തോമസിന് പിന്നാലെ OCയും മടങ്ങുന്നു. പുതുപ്പള്ളിയിലെ തിരഞ്ഞെടുപ്പുകളിൽ എന്നും അജയനായിരുന്നു ഉമ്മൻചാണ്ടി. 53 കൊല്ലം ഈ മണ്ഡലത്തിൽ പ്രതിനിധിയായി. ഒരു രാഷ്ട്രീയ നേതാവിലൂടെ നാട് അറിയപ്പെടുന്നത് അത്യപൂർവമാണ്. അത്തരത്തിലൊരു അപൂർവതയാണ് ഉമ്മൻചാണ്ടിക്ക് പുതുപ്പള്ളിയുമായി ഉണ്ടായിരുന്നത്. പുതുപ്പള്ളിക്കാരുടെ എല്ലാമായിരുന്നു അവരുടെ കുഞ്ഞുഞ്ഞ്. മത്സരിക്കാൻ ഇറങ്ങിയ ശേഷം അവർ ഒരിക്കൽ പോലും ഉമ്മൻചാണ്ടിയെ കൈവിട്ടിട്ടില്ല. ആ വിശ്വാസം കേരള രാഷ്ട്രീയത്തിലെ അചഞ്ചലതയായി. അങ്ങനെ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ നാഥനായി. 2 തവണ മുഖ്യമന്ത്രിയായി. ആ കരുതൽ കേരളം തൊട്ടെറിഞ്ഞത് പുതുപ്പള്ളിക്കാരുടെ ആശീർവാദത്തിന്റെ ഫലമായിരുന്നു. സമാനതകളില്ലാത്ത ബന്ധമായിരുന്നു ഉമ്മൻചാണ്ടിയും പുതുപ്പള്ളി നിയോജക മണ്ഡലവും തമ്മിലുണ്ടായിരുന്നത്. 1970 മുതലങ്ങോട് ഇന്നേ വരെ ഇവിടെ വേറൊരു MLA ഉണ്ടായിരുന്നില്ല. ഉണ്ടാകാൻ അവർ അനുവദിച്ചില്ല. കഴിഞ്ഞ 53 വർഷമായി കുഞ്ഞുഞ്ഞു മാത്രമായിരുന്നു അവരുടെ MLA. ഒരേ സ്ഥലത്ത് ഇത്രയും ദീർഘനാൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി വേറെയുണ്ടോ എന്ന് സംശയമാണ്. എന്തായാലും ഇന്ത്യയിൽ ഒരിടത്തുമില്ല. 12 തവണയാണ് OC ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. കേരളത്തിന്റെ OC പുതുപ്പള്ളിക്കാരുടെ കുഞ്ഞുഞ്ഞായിരുന്നു. തിരുവനന്തപുരത്തെ വീട്ടിനും പുതുപ്പള്ളി എന്ന പേര് ഉമ്മൻചാണ്ടി നൽകി. നിയമസഭയിലല്ലാതെ വേറൊരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചിട്ടില്ല. PC ചെറിയാൻ അടക്കി വാണിരുന്ന പുതുപ്പള്ളി 65ലും 67ലും CPMലെ EM ജോർജ് പിടിച്ചടക്കിയതോടെയാണ് മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഉമ്മൻചാണ്ടി എന്ന യുവ നേതാവിനെ അന്ന് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് യോധയിലേക്ക് ഇറക്കിയത്. അന്ന് 7288 വോട്ടിനാണ് ഉമ്മൻചാണ്ടി ഇവിടെ ജയിച്ചു കയറിയത്. പിന്നീട് CPM, BLD, NDP, INC, ഇടതു സ്ഥാനാർത്ഥികൾ അടക്കമുള്ളവർ മത്സരിച്ചെങ്കിലും ഉമ്മൻചാണ്ടി എന്ന വൻമരത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ആർക്കും സാധിച്ചില്ല. 2011 CPMന്റെ സുജ സൂസൻ ജോർജിനെ പരാജയപ്പെടുത്തി റെക്കോർഡ് ഭൂരിപക്ഷത്തിലായിരുന്നു പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി വിജയിച്ചത്. 33,255 വോട്ടിനാണ് ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. 2016 SFI സംസ്ഥാന പ്രസിഡന്റായ ജേക്ക് C. തോമസ് ആയിരുന്നു ഉമ്മൻചാണ്ടിയുടെ എതിരെ മത്സരിച്ചത്. അക്കുറിയും അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. എന്നാൽ 2021 ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം കുറഞ്ഞു. വലിയ ഇടതു തരംഗത്തിന്റെ പ്രതിഫലനമായിരുന്നു അത്. അതിനോടൊപ്പം കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇടതുപക്ഷത്തായിരുന്നു. ഈ പ്രതികൂല അവസ്ഥയിലും പുതുപ്പള്ളിക്കാർ കുഞ്ഞുഞ്ഞിനെ കൈവിട്ടില്ല. 1970നും 2021നും ഇടയിലെ തിരഞ്ഞെടുപ്പുകളിലെല്ലാം എതിരാളികൾ മാറി മാറി വന്നിട്ടും ഉമ്മൻചാണ്ടി അല്ലാതെ ഒരു പേര് ആ നാട്ടുകാരുടെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല. പുതുപ്പള്ളി അല്ലാതെ ഒരു മണ്ഡലത്തെക്കുറിച്ച് ഉമ്മൻചാണ്ടി ആലോചിച്ചത് കൂടിയില്ല. നിയമത്തേക്ക് മാറാൻ ചില കോൺഗ്രസുകാർ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞത് മത്സരിക്കുന്നുവെങ്കിൽ പുതുപ്പള്ളി മാത്രം, പുതുപ്പള്ളിയെ വിട്ട് യാതൊരു മത്സരവുമില്ല. ഇതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ നിലപാട്.